ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിറാൻ. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കുകയും ചെയ്തു. ഹോർമൂസിലെ ബദൽ പാതയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. അമേരിക്കയുമായുള്ള ധാരണയെ ചൊല്ലി ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ്. ഖമനയുടെ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് പോലും കപ്പലുകൾ ആക്രമിച്ചത് ഇറാനിലെ തീവ്ര ഗ്രൂപ്പുകളാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം അയത്തുള്ള ഖമനയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് മകനും ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനയുടെ പ്രഖ്യാപനം. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്, ഹോർമൂസ് ഇപ്പോഴിതാ വീണ്ടും അടച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത് ഹോർമൂസ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്നു എന്ന് ഇറാൻ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഹോർമൂസ് വീണ്ടും അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണോ? അനുശ്രീ, ഒമാൻ തീരത്ത് കൂടി 2 ബദൽ പാത തുറന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ പാതകൾ അടയ്ക്കണം, നേരത്തെ ഉണ്ടായിരുന്ന പരമ്പരാഗത പാതയിൽ കൂടെ മാത്രമേ കപ്പലുകൾ യാത്ര ചെയ്യാവൂ എന്ന നിലപാടിലേക്കാണ് ഇറാൻ എത്തുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ അമേരിക്ക നിലകൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ ഒമാൻ പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു വഴി, അവരുടെ തീരത്തു കൂടി ഒരു വഴി എന്ന നിലപാടിൽ നിൽക്കുകയാണ്. അവിടെയാണ് ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്നതിൻ്റെ ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. സമാധാന കരാറിൽ ഒപ്പുവെച്ചത് ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാനാണ്. പക്ഷേ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ 4 മുതൽ 9 വരെയാണ് നടന്നത്. ആ ദിവസങ്ങളിൽ പോലും ഇറാനിൽ നിന്ന് എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്ന നിലയുണ്ടായി. പക്ഷേ അത് ഇറാൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക തീരുമാനമായിരുന്നില്ലെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകൾ IRGCയിലെ ഒരു വിഭാഗവുമായി ചേർന്ന് ഭരണകൂടം അറിയാതെ ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി സമാധാന കരാറിനെ എതിർക്കുന്ന വിഭാഗമാണ് ഇതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഭരണതലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. താഴെത്തട്ടിലെ സൈനിക വിഭാഗം ഭരണകൂടം പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. മാത്രമല്ല, മുസ്തഫ ഖമേനിയുടെ ഒരു വെല്ലുവിളി കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ഇറാൻ ജനത എടുത്തിട്ടുള്ള ശപഥം ഖമേനിയെ വധിച്ചവരെ തിരികെ ആക്രമിക്കും, അവർ ഇതിന് പശ്ചാത്തപിക്കേണ്ടി വരും, അവർക്ക് വലിയ വില നൽകേണ്ടി വരും, അവരെ ഇല്ലാതാക്കും എന്ന ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമാണ് മുസ്തഫയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മുസ്തഫ ഇപ്പോഴും എവിടെ എന്നതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. പക്ഷേ മുസ്തഫ അവിടെ പരമോന്നത നേതാവായി തുടരുമ്പോൾ തന്നെ പെസഷ്കിയാനും അരഗച്ചിയും ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മുസ്തഫയുടെ വഴിയെ അല്ല സഞ്ചരിക്കുന്നത്, അമേരിക്കയുമായി ചേർന്നുള്ള അല്ലെങ്കിൽ അവരുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഈ നേതാക്കൾ തീരുമാനിക്കുന്നത്. ഇറാന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത കൂടി കണക്കിലെടുത്ത് വേണം ഇപ്പോൾ രാജ്യത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അധികാരികൾ അമേരിക്കയുടെ നിലപാടുകളോട് ചേർന്ന് പോകുന്നതെന്ന് വേണം കരുതാൻ. ഒമാനിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. അരഗാച്ചി അവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അമേരിക്കയുടെ പ്രതിനിധികൾ JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കാളികളാകും. സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപും അറിയിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് കൂടി ട്രംപ് വിശദീകരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, കപ്പലുകൾ ആക്രമിക്കുന്നത് ഇറാൻ ഭരണകൂടം അറിഞ്ഞുകൊണ്ടല്ല, അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകളാണെന്ന വിവരം വരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ആഭ്യന്തര കലാപത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റൊന്ന്, ഖമനിയുടെ ഇപ്പോൾ മുസ്തഫയുടെ വഴിയേ അല്ല മറ്റ് ഭരണാധികാരികൾ പോകുന്നത്. ഈ 2 കാര്യങ്ങളും വളരെ ശ്രദ്ധേയമായി കാണേണ്ട വസ്തുതയാണ് അനുശ്രീ. ശരി, വിനോദാണ് വിശദാംശങ്ങൾ നൽകി.